മാരേജസിനെ കുറിച്ച് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താ? ഒരുവിധം വേൾഡിലെ എല്ലാ എക്സ്പീരിയൻസ്ഡായ എല്ലാവർക്കും ഒരേ ഡെഫിനേഷൻ തന്നെയായിരിക്കും പറയേണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാശ്ചാത്യ രാജ്യത്ത് ഇങ്ങനെ ബാധ കാണുമെന്ന്. അത് അവരെഴുതി വെച്ചിട്ടുണ്ട്, മാരേജസ് ആർ മെയ്ഡ് ഇൻ ഹെവൻ. അതിനുശേഷം അണ്ടർസ്റ്റുഡ് അല്ലേ കാര്യങ്ങൾ. പിന്നെ ഓൾറെഡി അവിടെ നിന്ന് വീഴുന്നതുണ്ട്, ആലിപ്പഴം വീഴും, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, ഇടിവെട്ട്, അതുപോലെ തന്നെ ചാറ്റൽ മഴ, പേമാരി, ബിമാരി ഒക്കെ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. മ്യൂച്വൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, മാരേജ് ഈസ് എ മ്യൂച്വൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് എഴുതി വെച്ചുള്ളത്. അതെ, രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മ്യൂച്വൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന്. അതുപോലെ തന്നെ ഒരാൾ പറയും, എൻ്റെ അളിയൻ എൻ്റെ പെങ്ങളെ നൂല് ചാർത്തിയപ്പോൾ അതൊരു നൂലാമാലയായി എന്ന്. ഒരു ജോത്സ്യൻ്റെ അടുത്തേക്ക് ഒരാൾ പോയിട്ട് ചോദിച്ചു, അപ്പം നിൻ്റെ ദോഷമൊക്കെ മാറി കിട്ടും പെണ്ണ് കെട്ടിയാലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അയാളെ സമീപിച്ചു, എൻ്റെ ദോഷമൊന്നും മാറി കിട്ടിയില്ല. അപ്പോൾ ജ്യോത്സ്യം പറഞ്ഞു, നീ എന്താ ദോഷം എന്ന് ചോദിക്കാഞ്ഞത്? എന്താ ദോഷം? സന്തോഷം, അത് മാറി കിട്ടുമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞത്. കന്നഡയിൽ ഇതുപോലെ, കന്നഡ, ഹിന്ദി, തമിഴിലൊക്കെ ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കന്നഡയിൽ ഞാനൊരു പ്രൊവർബ് ഓർത്തു പോവുകയാണ്. തക്കടി ശരീന്ദ്ര വ്യാപാര, ഗണ്ട ശരീന്ദ്ര ആഹാര, ഗണ്ടതി ശരീന്ദ്ര സംസാര. അതായത് ത്രാസ് ശരിയായാൽ ബിസിനസ് ശരിയായിട്ട് നടക്കും. ഇനി ഭർത്താവ് ശരിയെന്ന ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നടക്കും, ആഹാരം കിട്ടും. ഇനി ഭാര്യ ശരിയായാൽ ആ വീട്ടിൽ സന്തോഷം സമാധാനം ഉണ്ടാവും എന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. മനെ കെട്ടിനോട് മധുരമാടിനോട്, വീടുണ്ടാക്കി നോക്ക്, കല്യാണം കഴിച്ച് നോക്ക്, വിവരം അറിയാമെന്നുള്ളത്. അങ്ങനെ കുറേ പ്രോവേബ്സ് ഞാൻ ഹിന്ദി തമിഴൊന്നും ഇപ്പോൾ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഒരു സ്പൗസിന് സ്പേസ് കൊടുക്കാതെ വരുമ്പോൾ അവിടെ വരുന്ന കോലാഹലങ്ങളാണ് ഇതൊക്കെ. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള വേർഡിന് നിങ്ങളൊന്ന് സ്പേസ് കൊടുത്തു നോക്കൂ. അണ്ടർസ്റ്റാൻഡിങ്, ഒരാളുടെ അണ്ടറിൽ മറ്റാൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ഈ സന്തോഷം പോയി കിട്ടുന്നത്. അപ്പോൾ അവിടെ നല്ല പേഷ്യൻസോടെ കൈകാര്യം ചെയ്യണം. പേഷ്യൻസോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ പേഷ്യൻ്റായി തീരും എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിച്ചവർക്ക് ഹാപ്പി മാരീഡ് ലൈഫ്. കല്യാണം കഴിക്കാൻ കുറേ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. അവരോട് പറയാം, എക്സ്പീരിയൻസ്ഡായ ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്, ഇതാണ് അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് യുവർ ചോയ്സ്, വിഷമിക്കൊന്നും വേണ്ട, ഇറ്റ്സ് അപ് ടു യു. അതായത് പാശ്ചാത്യർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മെനി ആർ ഫൂൾസ്, സം ആർ ബാച്ചിലേഴ്സ്. അതായത് ലോകത്തുള്ള എല്ലാവരും ഫൂൾസാണ്, കല്യാണം കഴിഞ്ഞവരേ. അപ്പോൾ കല്യാണം കഴിയാത്തവർ ബാച്ചിലേഴ്സ് ആണ്, വിദ്വാൻമാരെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ കൺസെപ്റ്റും ഡെഫിനിഷനൊക്കെ ഇത് തന്നെയാണ്, അത് മനസ്സിലാക്കുക. കല്യാണം കഴിച്ചവർക്ക് കല്യാണം കഴിച്ചവർക്കും കഴിക്കാത്തവർക്കൊക്കെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡ്. You mean, I mean. Okay.